നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ അസുലഭമായ ഭാഗ്യം തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ ഇവർക്കുണ്ടാകും. ഇവർ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയം, ജീവിതത്തിൽ പുതിയ ഒരു ഉണർവ് വന്നു ചേരുകയും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ വലിയ വിജയത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ചരിത്ര വിജയം തന്നെയാണ്. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അധ്വാനത്തിനും വിജയത്തിനുമൊക്കെ വലിയ ഫലസിദ്ധി വന്നു ചേരുന്ന, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇവർ ധനവാന്മാരായി തീരുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്നേഹവും കാരുണ്യവുമൊക്കെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സമയമാണ്. ദൈവികമായ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെയധികം താല്പര്യമുണ്ടാകും. ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. വലിയ ഭാഗ്യം ഇവരുടെ തേടിയെത്താൻ പോകുന്നു. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതും ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സകല വിധത്തിലുള്ള സങ്കട ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അത്രയധികം വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഭാഗ്യത്തിന്റെ ഉയർച്ചയിലേക്ക്, നേട്ടങ്ങളുടെ പറുദീസയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഉയർച്ചകൾ വലിയ തോതിൽ തന്നെ സംഭവിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, പൂജകളും വഴിപാടുകളും സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുക. ഇവർക്ക് ഭാഗ്യം വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇവർക്ക് മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഭാഗ്യത്തിന്റെ വലിയൊരു കാലഘട്ടം തന്നെ വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇവർ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവർക്ക് പുതിയ വീട് വയ്ക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. സ്വത്തുവകകൾ കൈകളിലേക്ക് വന്നു ചേരാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശവാസത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു. കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു. ഭാഗ്യം വലിയ തോതിൽ തന്നെ ഇവരെ കടാക്ഷിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങളും ഉയർച്ചകളും വന്നു ചേരും. ലാഭവിഹിതം വർദ്ധിച്ചു കാണുന്നു. ബാക്കി അനുഭവങ്ങൾ ഒന്നിനും മുകളിൽ ഒന്നായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. കൊതിച്ച സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിന്റെ കൊടുമുടി കയറുന്ന സമയമാണ്. വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനുള്ള അവസരം, അതിനാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യത്തൊക്കെ പോയി വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഒന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറും. ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇവർ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങും. അടുത്ത നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക, ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഇവർക്ക് ലഭിക്കുന്നത് അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഭാഗ്യത്തിന്റെ കൊടുമുടി കയറുന്ന സമയമാണ്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. ധനം ധാരാളം ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറുകയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തീർച്ചയായും അവസരങ്ങൾ വന്നു ചേരുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ നേടി കിട്ടുന്ന ഒരു സമയമാണ്. സൗഭാഗ്യ സമ്പന്നമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. കഷ്ടപ്പാടുകളൊക്കെ മാറും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം മനസ്സിൽ ആഗ്രഹിച്ച ഒരു തൊഴിൽ ലഭിക്കാനുള്ള അവസരം, ഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെയൊക്കെ നാളുകൾ ഇവർക്ക് ലഭ്യമാകുന്നു. സമ്പൽ സമൃദ്ധമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുന്നു. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിയുന്നു. സൗഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സമ്പന്നത ഇവരുടെ കൂടെ വന്നു ചേരുന്ന സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വിദേശത്തൊക്കെ പോകാനുള്ള അവസരങ്ങൾ, ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം. ഇവർക്ക് ഈശ്വരന്റെ കൂട്ടുണ്ട്, അനുഗ്രഹമുണ്ട്. അതിലൂടെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് ലഭിക്കും. കുടുംബത്തിനോ ഒട്ടാകെ ലഭിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. എല്ലാ സങ്കട ദുഃഖങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞെട്ടിത്തിരിക്കുന്ന അവസ്ഥകൾ വരെ വരും. ഒരുപാട് ദുഃഖങ്ങൾ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു. ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സമ്പൽ സമൃദ്ധമായ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സർവൈശ്വര്യം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ വലിയ വിജയം നേടുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തിലൂടെ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ക്ഷേത്ര ദർശനം ഒക്കെ നടത്തണം. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരോട്ടാതി നക്ഷത്രമാണ്. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതം മാറിമറിയുന്ന ഒട്ടേറെ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന നല്ല നിലയിൽ കുതിച്ചുയരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടേറെ നല്ല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും. കഷ്ടപ്പാടുകളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവിധ സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. വിദേശവാസമൊക്കെ മാറുന്ന ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് പൂരോട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. ഇവർ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വീട്ടിൽ പുതിയ വസ്തുക്കൾ, വീട്ടുപകരണങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഇവർക്ക് സാമ്പത്തിക നിലയിലുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ, അസ്വാരസ്യങ്ങൾ, അതായത് കടബാധ്യതയൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. കുതിച്ചുയരുന്ന അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നു. വളരെ നാളത്തെ അധ്വാനത്തിന് ശേഷം അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന, സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടിന്റെയും ദുഃഖ ദുരിതത്തിന്റെയും ഒടുവിൽ ഇവർക്ക് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ നല്ലൊരു സമയം ഇവർ അനുഭവവേദ്യമാക്കുന്ന ഒരു സമയമാണ്. ഐശ്വര്യസമ്പൂർണമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യമാണ്. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ, കടബാധ്യത,
അതിൽ നിന്നുള്ള മോചനമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് അനുകൂലമായ രീതിയിൽ കൂടെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.